ഡെവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ പൂനൂർ. അവളിനി അനുഭവിക്കാൻ കിടക്കുന്നേയുള്ളൂ. ഈ ശ്രീദേവി അവൾക്ക് ശരിക്കും അറിയില്ല. ഇത്രയും നാളും പെണ്ണാണെന്ന പരിഗണന നൽകിയ ഞാൻ അവളെ വെറുതെ വിട്ടത്. അല്ലെങ്കിൽ ദത്തൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്ന് കയറിയ ദിവസം തന്നെ ചൂടെടുത്ത് അടിച്ച് ഓടിച്ചേനെ ഞാൻ അവളെ. തനുവിനെ കുറിച്ച് മനസ്സിലോർക്കുന്തോറും അവർ പകയോടെ ഓരോന്നും മുരണ്ടുകൊണ്ടിരുന്നു. തൊട്ടടുത്തിരുന്നുകൊണ്ട് രാജശേഖരൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അയാൾ അതിനൊന്നും മറുപടി പറയാൻ പോയില്ല. അല്ലെങ്കിൽ തന്നെ തനുവിനോട് അയാൾക്കും വലിയ മമതയൊന്നും ഇല്ലല്ലോ. എന്നാലും രാജിക്ക് എങ്ങനെ കഴിയുന്ന അവളോട് ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കാൻ? ആ രേവതികാരനെ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് രാജിക്കായിരുന്നില്ലേ? എന്നിട്ട് അവളുടെ കുടുംബത്തിലെ പെണ്ണിനെ ഇത്രയൊക്കെ സ്നേഹിക്കാൻ അവൾക്ക് എങ്ങനെ കഴിയുന്നു? അവർ ആരോടുന്നില്ല പറയുന്നേട്ട് രാജശേഖരൻ മുഖമുയർത്തി അവരെ നോക്കി. രാജിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ ദേവി. അവൾക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. തന്നോട് തെറ്റിയുന്നവരോട് പോലും അവൾ ക്ഷമിക്കാറേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ അവളുടെ ജീവിതം ഇങ്ങനെ ആയത്. അന്ന് സൂര്യന്റെ കാര്യത്തിൽ അവൾ ഒരല്പം സ്വാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് പല നഷ്ടങ്ങളും ഒഴിവാക്കായിരുന്നു. അയാൾ ഒരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് അടച്ച് ടേബിളിന് മേലേക്ക് വെച്ചു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ. എന്തായാലും നഷ്ടപ്പെടാവുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ അച്ഛൻ, സൂര്യേട്ടൻ, രാജിയുടെ ജീവിതം, അങ്ങനെ പലതും. ഇനി അതുപോലെ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് അടിച്ചിറക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മോനെ കൂടി നഷ്ടമാവും. ഇത്രയും ദിവസം അവളൊരു പെണ്ണല്ലേന്ന് ഓർത്ത് അവളോട് എനിക്ക് ചെറിയ കരുണ തോന്നിയിരുന്നു. ഇന്നത്തെ അവളുടെ പ്രകടനം കൊണ്ട് അതും ഇല്ലാതായി. ഇനി മുതൽ രേവതിയെ പോലെ അവളും എൻ്റെ ശത്രുസ്ഥാനം തന്നെയാണ്. വെറുതെ വിടില്ല ഞാൻ അവളെ. വർദ്ധിച്ച പകയോട് അവർ പറഞ്ഞു. രാജശേഖരൻ അവരെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവരുടെ ഉള്ളിലാണ് ആ അഗ്നി. അയാൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. മോളെ. മുറിയിലെ സോഫയിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന തനു രാജേശ്വരിയുടെ ശബ്ദം കേട്ടോ തിരിഞ്ഞു നോക്കി. എന്താ അപ്പച്ചി? കയ്യിലൊരു പ്ലേറ്റുമായി നിൽക്കുന്ന രാജേശ്വരിയുടെ അയാൾ ചോദിച്ചു. ഞാൻ ദേ മോൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നാ. അവർ പറഞ്ഞു കേട്ട് തനു അവരെ നോക്കി. എന്തുകൊണ്ടോ വല്ലാത്തൊരു ഇഷ്ടം അവൾക്ക് അവരോട് തോന്നി. ഈ വീട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ടിയിരുന്ന സ്ത്രീ ഇവരല്ലേ. എന്നിട്ട് ഇവർ കാണിക്കുന്ന കരുണ പോലും ഇവിടെയുള്ള മറ്റുള്ളവർ കാണിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കും തോറും ആൾക്ക് വല്ലാത്ത ദേഷ്യവും വിഷമവും തോന്നി. എന്താ മോളെ ആലോചിക്കുന്നത്? വന്നിതെടുത്ത് കഴിക്ക്. ആരോടെ മുന്നിലായിട്ടിരുന്ന കുഞ്ഞു ടീപ്പോയിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. ഒരു നിമിഷം അവൾ ആ ഭക്ഷണത്തിലേക്ക് തന്നെ നോക്കി നിന്നു. അതിലേക്ക് നോക്കിയിരിക്കും തോറും അവളുടെ മനസ്സിലേക്ക് ശ്രീദേവി പറഞ്ഞ വാചകങ്ങൾ കടന്നു വന്നു. അഷ്ടിക ഗതിയില്ലാത്തയിടത്തും വലിഞ്ഞു കയറി വന്നിട്ട് 4 നേരം തിന്നാനും കുടിക്കാനും കിട്ടി ശരീരം ഒന്ന് പുഷ്ടിപ്പെട്ടപ്പോ അവള് ഞങ്ങളുടെ നേരെ നിന്ന് ചെലക്കുന്നു. ശ്രീദേവിയുടെ നാവിൽ നിന്ന് വീണ വിഷം തുപ്പിയ വാക്കുകൾ തന്റെ ചെവിയിലൂടെ വീണ്ടും വീണ്ടും അലയടിക്കുന്നതായി അവൾക്ക് തോന്നി. ഒരു നിമിഷം അവൾ തന്റെ കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു. ശേഷം പതിയെ കണ്ണുകൾ തുറന്ന് രാജേശ്വരി ഒന്ന് നോക്കി. എനിക്കൊന്നും വേണ്ട അപ്പച്ചി, വിശപ്പില്ല. അവർ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണത്തിലേക്ക് നോക്കിയ ശേഷം അവൾ മുഖമുയർത്തി അവരോടായി പറഞ്ഞു. അവൾ പറഞ്ഞു കേട്ട് ഒരു നിമിഷം അവർ അവളെ തന്നെ നോക്കി നിന്നു. ശേഷം ഒന്ന് പതിയെ പുഞ്ചിരിച്ചു. വാശിയും ദേഷ്യമൊന്നും ഭക്ഷണത്തോട് കാണിക്കേണ്ട മോളെ. തൽക്കാലം മറ്റൊന്നും ഓർക്കാതെ മോളിപ്പ് ഇതെടുത്ത് കഴിക്ക്. അതും പറഞ്ഞുകൊണ്ട് അവർ ആ പ്ലേറ്റ് എടുത്ത് അവളുടെ നേരെ നീട്ടി. എന്നാൽ അവൾ അത് നോക്കിയൊന്ന് പുച്ഛിച്ചിരിക്കുകയാണ് ചെയ്ത്. ഭക്ഷണത്തെ ഞാൻ ഒരിക്കലും നിന്ദിക്കില്ല അപ്പച്ചി. കാരണം വിശപ്പിന്റെ വില എന്താണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അച്ഛനും അമ്മയും മരിച്ച ശേഷം എന്നെ അനിയത്തെയും വളർത്താനായിട്ട് ചിറ്റി അപ്പൂപ്പനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രായാധിക്യം കൊണ്ട് പല അസുഖങ്ങൾ കാരണവും അപ്പൂപ്പന് ജോലിക്ക് പോകാൻ കഴിയാതിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഹാരത്തിൻ്റെ വില നന്നായിട്ട് തന്നെ എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ ഈ ഭക്ഷണം ഞാൻ കഴിച്ചാൽ ഒരിക്കലും അതിൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല അപ്പച്ചി. വാശിയോടെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് അവൾ മുഖം തിരിച്ചപ്പോഴേക്കും താൻ പറഞ്ഞൊക്കെയും കേട്ടുകൊണ്ട് മാറിൽ കൈകെട്ടി വാതിൽപ്പഴി ചാരി നിൽക്കുന്ന ദത്തനെ കണ്ട് അവളൊന്ന് പതറി. ഒരു നിമിഷം അവരിരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. എങ്കിലും അവൾ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു. അപ്പോഴേക്കും രാജേശ്വരി അവനെ കണ്ടിരുന്നു. ദത്തിനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി വന്ന് രാജേശ്വരിയുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങിച്ചു. അപ്പച്ചി പോയിക്കോളൂ, ഇത് ഞാൻ തന്നെ തനുവിന് കൊടുത്തേക്കാം. അവൻ പറഞ്ഞു കേട്ട് അവർ ആശങ്കയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. പേടിക്കേണ്ട അപ്പച്ചി, അപ്പച്ചിയുടെ സീമന്തപുത്രിയെ ഇനി ഞാനൊന്നും ചെയ്യില്ല. അപ്പച്ചി ധൈര്യമായിട്ട് പോയിക്കോ. എന്തുകൊണ്ടോ അവന്റെ ആ വാക്കുകൾ എതിർക്കാൻ അവർക്ക് തോന്നിയില്ല. മുഖം കുനിച്ചിരിക്കുന്ന തനുവിനെ നോക്കിക്കൊണ്ട് ഒരു നെടുവീർപ്പോടെ അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു നിമിഷം അവർ പോകുന്നത് നോക്കുന്ന ദത്തൻ വാതിൽ ചേർത്തടച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നിരുന്നു. തന്റെ അരികിലേക്ക് വന്നിരുന്ന ദത്തനെ കണ്ട് അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. എങ്കിലും അത് പുറമേ കാണിക്കാതെ അവൾ അവന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങി. പെട്ടെന്ന് തന്റെ കയ്യിൽ അവന്റെ പിടി വീണതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. തന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്റെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദത്തനെ കണ്ട് അവളൊന്ന് പതറി. അവൾ അവന്റെ കയ്യിൽ നിന്ന് തന്റെ കൈകളെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവന്റെ കൈകളുടെ ബലത്തിൽ അവൾക്കതിന് സാധിച്ചിരുന്നില്ല. എന്റെ കൈവിട്. അവൻ തന്റെ കൈകൾ വിടുന്നില്ലെന്ന് കണ്ടതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ഒരു നിമിഷം അവളെ നോക്കി കള്ളച്ചിരി ഇരിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്കൊന്ന് വലിച്ചു. അവൻ പിടിച്ചു വലിച്ചതും അവൾ ബാലൻസ് കിട്ടാൻ നേരെ അവന്റെ മടിയിലേക്ക് ചെന്ന് വീണു.
അവന്റെ ആ പ്രവൃത്തിയിൽ ഒരു നിമിഷം സ്തംഭിച്ചിരുന്നു പോയവൾ ഞെട്ടിലോട് അവനിൽ നിന്ന് കുതിറിമാറാൻ ശ്രമിച്ചപ്പോഴേക്കും അവൻ അവളെ തന്റെ ഇരുകൈകൾ കൊണ്ട് അടക്കി പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. പെട്ടെന്ന് അവനിൽ നിന്ന് അങ്ങനെ നീക്കം പ്രതീക്ഷിക്കാതെ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിഞ്ഞ കണ്ണുകളോടെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു പോയി. രാജേശ്വരി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ശ്രീദേവി രാജശേഖരൻ ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓ, തമ്പുരാട്ടിയുടെ ഊട്ട് കഴിഞ്ഞോ? അവളെ കണ്ടത് ശ്രീദേവി പുച്ഛത്തോടെ ചോദിച്ചു. അതിന് മറുപടിയൊന്നും പറയാതെ രാജേശ്വരി അവരെ നോക്കിക്കൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നു. ദേ രാജി, ഞാൻ നല്ലപോലെ പറയാ, ആ പെണ്ണിന്റെ പിന്നാലെയുള്ള നിന്നെ നടപ്പങ്ങ് അവസാനിപ്പിച്ചോണം. തിന്നാനും കുടിക്കാനൊക്കെ അവളുടെ കാൽ കീഴിൽ കൊണ്ട് എത്തിച്ചാലേ പറ്റുള്ളൂ. അവളുടെ കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ, വേണമെന്നുള്ളവർ വന്നെടുത്ത് കഴിക്കട്ടെ. അതുപോലെ അവളുമായിട്ട് നിനക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അടുപ്പവും വേണ്ട. അവളും അവളുടെ വീട്ടുകാരൊക്കെ പണി തരാൻ മിടിക്കലാണെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാമല്ലോ. ഒരിക്കലും നിന്നെ ചുറ്റിപ്പറ്റി നടന്നവളാ, ഒടുവിൽ നിന്റെ ജീവൻ തന്നെ തകർത്ത് കളഞ്ഞ്. ഇപ്പൊ അവളുടെ ഉദ്ദേശത്തോടുകൂടിയായിരിക്കും ഇവളിങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്. മനസ്സിൽ തനുവിനോടുള്ള ദേഷ്യം ഒട്ടും കുറക്കാതെ തന്നെ അവർ രാജേശ്വരിയുടെയായി പറഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ട് രാജേശ്വരി ഒരു നിമിഷം അവരെ തന്നെ നോക്കിയിരുന്ന ശേഷം പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. ഇപ്പൊ ഏടത്തി പറഞ്ഞ ഓരോ വാക്കുകൾക്കുള്ള മറുപടി കൃത്യമായിട്ട് തന്നെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. പിന്നെ ഏടത്തി ഇപ്പൊ പറഞ്ഞ ഈ വാക്കുകൾ ഒരു സമയത്ത് ഏടത്തിക്ക് തിരിച്ചെടുക്കേണ്ടി വരും. അന്ന് പകയുടെ പേരിൽ വാക്കുകൾ കൊണ്ട് കുത്തിക്കേറിയ തനുശ്രീ എന്ന പെണ്ണിനെ ഈ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിക്കേണ്ടി വരും ഏടത്തി. അന്ന് ഈ നെഞ്ചു പൊട്ടിക്കരയാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ശ്രീദേവിയെ നോക്കി കടുത്ത ശബ്ദത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് രാജേശ്വരി എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു. അപ്പോഴേക്ക് അവരുടെ നാവിൽ നിന്ന് വീണ മൂർച്ചയേറിയ വാക്കുകൾ കേട്ട് തറഞ്ഞിരിക്കുകയായിരുന്നു ശ്രീദേവിയും രാജശേഖരനും. ദത്തിന്റെ പ്രവൃത്തിയിൽ പകച്ചുപോയ തനുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവനിൽ നിന്നൊന്ന് അകന്നു മാറാനോ പ്രതികരിക്കാനോ കഴിയാതെ അവൾ അവന്റെ കരവരത്തിൽ ഒതുങ്ങി അതേ ഇരിപ്പിരുന്നു. പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. മുഖം അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വന്നു. അവൻ ഇടം കൈകൊണ്ട് അവളുടെ തല തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. ദിവസങ്ങളോളമുള്ള ഉറക്കമില്ലായ്മ അവളെ തളർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്ക് അവന്റെ നെഞ്ചിലെ ചൂടിൽ പതുങ്ങിയിരുന്നുകൊണ്ട് അവൾ നിദ്ര പുൽകി. അവൾ ഗാഠമായ നിദ്രയിലേക്ക് കടന്നു. അവൻ അവളുടെ മുഖത്തേക്കും നോക്കി. കൊച്ചു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയോടെ കിടന്നുറങ്ങുന്നവളെ കണ്ട് അവന് വല്ലാത്ത വാത്സല്യം തോന്നി. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ നെറുകിലൊന്ന് അമർത്തി മുത്തിയ ശേഷം അവൾ ഒന്നുകൂടെ തന്നെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു. ശേഷം അവനും ഹെഡ് ഡ്രസ്സിലേക്ക് തലയാഴ്ച വെച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ മുറുക്കി അടച്ചു. എത്ര സമയം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. ദീർഘനേരത്തെ മയക്കം വിട്ടൊഴിഞ്ഞതും തനുപതിയെ കണ്ണുകൾ തുറന്നു. ഒരു നിമിഷം അവൾക്ക് ചുറ്റിനുള്ളതെല്ലാം അവ്യക്തമായിരുന്നു. അവൾ കണ്ണൊന്നുകൂടി ചിമ്മി തുറന്നു. പതിയെ അവൾക്ക് കാഴ്ചകൾ വ്യക്തമായി. അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചവും തന്നെ ആരോ മുറുക്കെ പിടിച്ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. പെട്ടെന്നാണ് കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. ദത്തിന്റെ മടിയിലാണ് താൻ ഇരിക്കുന്നതെന്നും അവൻ തന്നെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് മുറുക്കെ പിടിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായതും അവൾ തന്റെ കയ്യിൽ കിടന്നൊന്ന് കുതിറി. അപ്പോഴേക്കും അവനും കണ്ണുകൾ തുറന്നിരുന്നു. തന്റെ കയ്യിലിരുന്ന് കുതിർന്നവളെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. തന്നിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ കൂർപ്പിച്ച് നോക്കുന്നുകൊണ്ട് പെണ്ണ്. അവനൊരു ചിരിയോടെ വീണ്ടും അവളുടെ കഴുത്തിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി. അവളൊന്ന് ഉയർന്നു പൊങ്ങി അവന്റെ തോളിൽ അമർത്തി പിടിച്ചു. തനു അവന്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന ദത്തിന്റെ ആർദ്രമായ സ്വരം കാതിൽ പതിച്ചതും തനു ഞെട്ടലോട് അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചു. അടങ്ങിയിരിക്കുവണ്ണേ. അവൻ അവളുടെ ചെവിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞതും അവളിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. ആദ്യമായിട്ടാണ് അവൻ തന്നോട് ഇത്രയും ആർദ്രമായ സ്വരത്തിൽ സംസാരിക്കുന്നതെന്ന് അവൾ ഓർത്തു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയതും തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നവനെ കണ്ട് അവളൊന്ന് പതറി. എന്നെ വിടാനല്ലേ പറഞ്ഞേ? അവൾ അവന്റെ കയ്യിൽ കിടന്ന് ശക്തമായി കുതിരിക്കൊണ്ടിരുന്നു. അങ്ങനെ വിടാനല്ലല്ലോ പിടിച്ചത്. അവൻ വീണ്ടും പിടിച്ചു. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. എങ്ങനെ നോക്കല്ലേ വേണേ, ഞാനങ്ങ് പേടിച്ചു പോയി. അവൻ പറഞ്ഞിട്ട് ആൾ അവനെ നോക്കി പല്ലടിച്ചു. ദേ, തന്നോട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള എന്റെ അനുവാദം എന്റെ ദേഹത്ത് തുടരുതെന്ന്. എന്നിട്ട് താനെന്തിനാണോ എന്നെ കയറി പിടിച്ചിരിക്കുന്നത്? അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അതെന്ത് പറച്ചില്ല തന്നെ മോളെ. തൊടാതെയും പിടിക്കാതെ എങ്ങനെയാ നമ്മൾ നമ്മുടെ എഗ്രിമെന്റ് നടപ്പിലാക്കുന്നത്? അവൻ അവളുടെ ഇടുപ്പിലെ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ മുഖം വാടി. എന്തേ, നമ്മുടെ എഗ്രിമെന്റിന്റെ കാര്യം തനുശ്രീ ചന്ദ്രശേഖർ ഇത്ര പെട്ടെന്നങ്ങ് മറന്നുപോയോ? അവനൊരു ഗൂഢമായ മന്ദഹാസത്തോട് അവളോടായി ചോദിച്ചു. അവൾ അതിന് മറുപടി പറയാതെ തലകുനിച്ചിരുന്നതേയുള്ളൂ. സത്യത്തിൽ അവൾക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ താൻ ഇപ്പോഴും അവന്റെ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. അവൾ ഓരോന്നും ഓർത്തുകൊണ്ടിരുന്നു. എന്തേ, മറുപടിയില്ലേ തനുശ്രീ ചന്ദ്രശേഖരന്? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. അവൾ അവനെ നിർവികാരതയോടും നോക്കി. തൽക്കാലം ഇപ്പൊ അതൊക്കെ വിട്ടേക്ക്. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഇപ്പൊ നീ ഇതേ ഇങ്ങോട്ട് ഇരുന്നേ. ആദ്യം ഈ ഭക്ഷണം എടുത്ത് കഴിക്കുന്നു. അവനവളെ തന്നെ മടിയിൽ നിന്ന് എടുത്തുയർത്തി സോഫയിലേക്ക് എത്തിക്കൊണ്ട് പറഞ്ഞു. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് വീണ്ടും ശ്രീദേവിയുടെ വാക്കുകൾ കടന്നു വന്നു. അതിന്റെ ഫലമായി അവളുടെ മുഖത്ത് വീണ്ടും ദേഷ്യം ഇരച്ചു കയറി.
എനിക്കെങ്കിലും വേണ്ട നിങ്ങളുടെ ഭക്ഷണം. അവൾ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. വെറുതെ വാശി കാണിക്കാതെ തനു, മര്യാദക്ക് നീ ഭക്ഷണം എടുത്ത് കഴിക്കുക. അവന്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു. അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടി ഒന്ന് ചിരിച്ചു. എനിക്ക് ഈ ഭക്ഷണം കഴിച്ച് ഇറങ്ങില്ല സർ. അഷ്ടിക്ക് വകയില്ലായിരുന്നെങ്കിലും ആരുടെയും മുമ്പിൽ ഇറക്കാതെ തന്നെയാ എൻ്റെ അപ്പൂപ്പനെയും ചിറ്റയും ഞങ്ങൾ നോക്കിയിരുന്നു. അവൾ പുച്ഛത്തോടെ പറയുന്ന കേട്ട് അവനൊരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു. ശേഷം തിരിഞ്ഞടക്കാൻ തുടങ്ങി അവളുടെ കയ്യിൽ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി. എന്തീ കാണിക്കുന്നത്? എന്നെ വിട്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ മര്യാദക്ക് ഭക്ഷണം എടുത്ത് കഴിക്കുന്നതിനോ? ഇല്ല, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ. അവൾ അവനോട് എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടിന് കുറെ കൈവച്ചുകൊണ്ട് അവളെ തടഞ്ഞു. മിണ്ടരുത്, എന്റെ കൂടെ കഴിയുമ്പോ ഞാൻ പറയുന്ന അനുസരിച്ചോളണം, ഇല്ലെങ്കിൽ അറിയാലോ. ഗൗരവത്തോടെ പറയുന്ന കേട്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അമ്മ പറഞ്ഞ് ഇനിയും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട. അമ്മയുടെ ദേഷ്യം വിഷമം കൊണ്ട് പറഞ്ഞ അവൻ പറഞ്ഞു കേട്ട് അവളുടെ മുഖത്തൊരു പുച്ഛം തെളിഞ്ഞു. അതെ, നിങ്ങൾ അമ്മയ്ക്കും മകനും മാത്രമല്ല ദേഷ്യം വിഷമൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കല്ലുകൊണ്ടുണ്ടാക്കിയവരാണല്ലോ. ആർക്ക് ദേഷ്യം വരാൻ പാടില്ല, ആർക്ക് വിഷമിക്കാൻ പാടില്ല, എന്തിന് സ്വാതന്ത്ര്യത്തോടൊന്നും ഇരിക്കാൻ പോലും പാടില്ല. അവൾ ദേഷ്യത്തോടെ അവർ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനൊക്കെയുള്ള കാരണം നിനക്ക് തന്നെ അറിയാലോ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു. എന്ത് കാരണം? പണ്ടും കണ്ട് ആരെയോ ചതിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂടെ എന്നോട് എന്തിനാ പ്രതികാരം എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തോ? എല്ലാവരും കൂടി എന്നെ എന്തിനെങ്കിലും ദ്രോഹിക്കുന്നത്? ഞാൻ ജനിക്കുന്നതിന് മുന്നേ നടന്ന സമ്മകൾക്ക് ഞാൻ എന്തിനു ശിക്ഷ അനുഭവിക്കണം? അവൻ നോക്കി ദേഷ്യത്തോടെ ഓരോ വാക്കുകൾ പറയുമ്പോഴും തന്നെ നിസ്സഹായ അവസ്ഥ ഓർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ശബ്ദമല്ലാതെ പതറിപ്പോകുന്നുണ്ടായിരുന്നു. അത് നിന്റെ ചിറ്റ ചെയ്ത ചതി മൂലം ഈ കുടുംബം അനുഭവിക്കേണ്ടി വന്ന ദുരിതത്തിന്റെ പൂർണ്ണ രൂപം നിനക്കറിയാത്തോണ്ടാ തനു നീ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്. അവൾ പറഞ്ഞു കേട്ട് അവനൊരു പുച്ഛത്തോടെ മറുപടി പറഞ്ഞു. നിനക്കറിയോ തനു, രേവതി എന്ന സ്ത്രീയുടെ ചെയ്തികളിൽ സൂര്യമംഗലം തറവാണ്ട് അടിവേരാണ് ഇളകിയത്. എന്റെ കുഞ്ഞമാവൻ, സൂര്യനെ പോലെ ഉദിച്ചു നിൽക്കുന്ന സൂര്യമംഗലത്തെ സൂര്യനാരായണൻ, അദ്ദേഹം ഈ നാട് വിട്ടു പോയിട്ട് 22 വർഷങ്ങളായി. സ്വന്തം കുഞ്ഞിനെ താൻ അത്രയേറെ പ്രണയിച്ചവൾ തന്നെ കൊന്നുകളഞ്ഞെന്ന സത്യം തിരിച്ചറിഞ്ഞ വേദന താങ്ങാനാവാതെയാ ആ മനുഷ്യൻ നാട് വിട്ടു പോയത്. എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാതെ വർഷങ്ങളായി ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുക. കുഞ്ഞമ്മാവന്റെ തിരോധാനം മൂലമാണ് മുത്തശ്ശൻ മരണമടയുന്നത്. അമ്മാവൻ പോയതിന് പിന്നാലെ തളർന്നു വീണതായിരുന്നു മുത്തശ്ശൻ. പിന്നീട് എഴുന്നേറ്റിട്ടില്ല. രാമായണത്തിലെ ദശരഥന്റെ അവസ്ഥ, സ്വന്തം മകൻ എവിടെയാണെന്ന് പോലും അറിയാതെ നീറി കഴിഞ്ഞു. പിന്നെ നീ ദിവസവും കാണുന്നില്ലേ രാജേശ്വരി ഒപ്പിച്ചി പ്രണയിച്ചു പോയെന്ന ഒരൊറ്റ കാരണത്താൽ സ്വന്തം ജീവിതം പോലും ഹോമിച്ചുകൊണ്ട് 4 ചുമരുകൾക്കുള്ളിൽ എരിഞ്ഞടങ്ങിയാണ് അവര്. ഇത്രയും ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയവർക്ക് അതിന് കാരണക്കാരിയായ രേവതിയുടെ കുടുംബത്തോടും എങ്ങനെ ക്ഷമിക്കാനാവും? നീ തന്നെ പറഞ്ഞു, നിനക്കാണെങ്കിൽ അതിന് സാധിക്കോ? ആൾക്കതിന് മറുപടി ഉണ്ടായിരുന്നില്ല. ആളൊന്നും മിണ്ടാവനെ തന്നെ നോക്കി നിന്നു. നിനക്കറിയോ, ഓർമ്മ വെച്ച നാളെ എപ്പോഴോ സത്യങ്ങൾ അറിഞ്ഞ നിമിഷം നിന്റെ ചീറ്റയങ്ങ് കൊന്നുകളയാനാ ഞാൻ ആദ്യം തീരുമാനിച്ചത്. അവൻ പറഞ്ഞിട്ട് അവൾ ഞെട്ടിലോടെ അവനെ മുഖമുയർത്തി നോക്കി. പിന്നെ തോന്നി മരണം അവർക്കൊരു രക്ഷപ്പെടലാവും എന്ന്. അതുകൊണ്ട് മരണത്തേക്കാൾ വലിയ ശിക്ഷ തന്നെ അവർക്ക് നൽകണം തീരുമാനിച്ചു. അതിനുവേണ്ടിയുള്ള വഴികൾ തിരയുന്നതിൻ്റെ ഇടയിലാണ് നിന്നെക്കുറിച്ച് അറിയുന്നത്. അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്നെ വേദനിപ്പിച്ചാൽ അവർക്ക് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോഴാണ് എൻ്റെ കണ്ണുകൾ നിന്റെ നേരെ നീണ്ടത്. പിന്നെ നിന്നെ എങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് അവരെ തകർക്കുക എന്ന ചിന്തകളായിരുന്നു. അങ്ങനെയാ നിന്നിലൂടെ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ആ സമയം ഒരിക്കലും നിന്റെ ശരീരത്തെ നോവിക്കണമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത ഓപ്ഷനും IVF തന്നെയായിരുന്നു. പക്ഷെ അന്ന് നിന്നെ സിദ്ധുവിന്റെ ഓഫീസിൽ വെച്ച് കണ്ട ആ നിമിഷമാണ് തന്നെ ജീവിതത്തിൽ ആദ്യമായി മനക്കിലെ ദേവദത്തൻ തോറ്റുപോയത്. അവൻ പറഞ്ഞതിന്റെ പൊരുൾ എന്തെന്ന് മനസ്സിലാവാതെ അവൾ സംശയത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. ആ നിമിഷം അവൻ 2 അടി മുന്നോട്ട് നടന്നുകൊണ്ട് അവളുടെ തൊട്ടുമുന്നിലായി വന്നു നിന്നു. നിനക്കറിയോ തനു, ആദ്യമായി എനിക്ക് പ്രണയം തോന്നി ഞാൻ എന്റേതാണെന്ന് കരുതി മനസ്സിൽ പ്രതിഷ്ഠിച്ചവളെ തന്നെയാണ് ഞാൻ എൻ്റെ ശത്രുവിന്റെ സ്ഥാനത്ത് കണ്ടെന്നറിഞ്ഞ ആ നിമിഷം ദത്തൻ ആദ്യമായി തോറ്റുപോയത്. അവളുടെ 2 തോളിലും കൈകൾ വെച്ച് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിന്നുകൊണ്ട് അവൻ പറഞ്ഞത് ഒരു നിമിഷം അവന്റെ വാക്കുകളിൽ അർത്ഥം മനസ്സിലാക്കിയ തനു തറഞ്ഞു നിന്നുപോയി. പ്രണയം എന്നോട് പ്രണയാണെന്നല്ലേ ഇയാളിപ്പോ പറഞ്ഞ്? അതന്നെയല്ലേ ഇയാളിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം? അതെനിക്ക് തോന്നിയതാണോ? അവന്റെ നാവിൽ നിന്ന് കേട്ട വാക്കുകൾ സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ അവൾ അങ്കലാപ്പോടെ അവനെ തന്നെ നോക്കി നിന്നു. എന്ത്, ഞാൻ പറഞ്ഞ വിശ്വാസം വരുന്നില്ലേ നിനക്ക്? അവൻ ചോദിച്ചു കേട്ട് അവൾ അറിയാത്തന്നെ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി. അതിനവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറി. നിനക്ക് വിശ്വാസമാവില്ലെന്ന് എനിക്കറിയാം. കാരണം സ്നേഹിക്കുന്ന പെണ്ണിനെ ആരും ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിക്കില്ലല്ലോ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞുകൊണ്ട് ജനലിന്റെ സൈഡിലേക്ക് പോയി നിന്നു. ഒരു നിമിഷം പുറത്ത് കാണുന്ന കട്ട പിടിച്ച് ഇരുട്ടിലേക്ക് നോക്കി നിന്ന ശേഷം അവൻ വീണ്ടും അവിടെ നേരെ തിരിഞ്ഞു. ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് തനു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു, എൻ്റെ പ്രാണനേക്കാളേറെ. അവളുടെ മുഖത്ത് നോക്കി ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞതും അവൾ പകപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു.
അവന്റെ വാക്കുകൾ അവൾക്ക് അപ്പോഴും അവിശ്വസനീയം തന്നെയായിരുന്നു. അതിന് കാരണം അവൻ പറഞ്ഞ പോലെ സ്നേഹിച്ച പെണ്ണിനെ ആർക്കെങ്കിലും ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ സാധിക്കുമോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. അതിനോടൊപ്പം അവൾ ഇല്ലെന്ന രീതിയിൽ തല ഇരുവശത്തേക്ക് ആട്ടിക്കൊണ്ടിരുന്നു. അത് കണ്ടതും അവനൊരു പുഞ്ചിരിയോട് അവിടെ അരികിലേക്ക് തന്നെ നടന്നു വന്നു. തനു, അവനവളുടെ തോൾ കൈവച്ചിട്ട് വിളിച്ചതും എന്തൊക്കെയോ ചിന്തയിലായിരുന്നവൾ ഞെട്ടിലോടെ അവനെ നോക്കി. എനിക്കറിയാം, ഇപ്പോഴും നിനക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല. സാരമില്ല, ഇത്രയും നാളും നിന്നെ വെറുക്കാൻ വേണ്ടി ഞാൻ ഓരോന്നും ചെയ്ത് നിന്നെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. അതിന്റെ കാരണം നിനക്കെന്നെ അറിയാലോ. അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ മുഖം കുനിച്ചു. എന്റെ ആ പ്രവൃത്തികളെല്ലാം നിന്റെ മനസ്സിൽ എന്നുള്ള വെറുപ്പാണ് നിറച്ചതെന്നറിയാം. പക്ഷേ ഇനി എനിക്കതിന് കഴിയില്ല തനു. നീ എന്റെയാണ്. ഈ ജീവിതകാലം മുഴുവൻ നീ എന്നോടൊപ്പം തന്നെ വേണം. നിന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന എന്നോടുള്ള വെറുപ്പ് മാറി അവിടെ പ്രണയം നിറയാൻ നിനക്ക് സമയം വേണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിനുവേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.